ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ ഒപ്പമുള്ള കറികളുടെ റെസിപ്പികളുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അയലക്കറിയും അതുപോലെ തന്നെ ഒരു അച്ചിങ്ങ തോരനും പിന്നെ ഒരു എളുപ്പത്തിലുള്ള ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയലക്കറിയാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അയലക്കറിയാണിത്. ഇവിടെ ഞാൻ ഒരു 3/4 കിലോ അയല എടുത്തിട്ടുണ്ട്. ചെറിയ അയലയാണ്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 5-6 അല്ലി ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഒരു ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കടുക് ചേർക്കുന്നില്ല, ഉലുവയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മളുടെ മീൻ കറിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം അരയ്ക്കാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കളറായിരിക്കും നമ്മളുടെ കറിക്ക് കിട്ടുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മളിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അയലക്കറിയാണിത്. ഇപ്പം നമ്മളുടെ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലെ ബാക്കി അരപ്പും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര അരപ്പ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചാറ് കൂട്ടാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കറിയിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും. ഇപ്പം നമ്മളുടെ അയലയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ കറിയൊക്കെ ഒന്ന് ഏകദേശം കുറച്ചൊന്ന് പറ്റി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മീനും ഒക്കെ നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചാറൊന്നും ഒരുപാട് പറ്റിക്കുറുകിയൊന്നും വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചാറ് കാണുമ്പോഴേറെ നല്ല കുറുകിയ ചാറ് തന്നെയാണ്. ഒരുപാട് നമ്മൾ ചാറൊന്നും പറ്റിച്ചൊന്നും കൊടുത്തിട്ടില്ല. അയലയൊക്കെ ആയതുകൊണ്ട് വേഗം വെന്ത് വരും. കണ്ടോ, നമ്മളെ മീനൊന്നും ഒട്ടും പൊടിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അയലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി മാറ്റി വെക്കാം. ഇനി ഞാൻ അയല ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല ഫ്രൈ ആണിത്. നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മീൻ പൊരിക്കുമ്പോൾ കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ
ഒരടപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ അരപ്പ് നമ്മുടെ മീനിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും മീൻ പൊരിക്കുമ്പോൾ ഇതേ രീതിയിൽ ചെയ്താൽ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ നമ്മളുടെ മസാലയൊക്കെ നമ്മുടെ മീനിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കത്തുള്ളൂ. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഫിഷ് ഫ്രൈക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ ആ തനി ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ മീനൊക്കെ ഒരു സൈഡൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മീനൊക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ വെന്ത് വരട്ടെ. ഇപ്പം നമ്മളുടെ രണ്ട് സൈഡ് ഫിഷ് ഫ്രൈയുടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അച്ചിങ്ങ കൊണ്ടിട്ടൊരു തോരനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രുചികരമായിട്ടുള്ളൊരു തോരനാണിത്. ഇപ്പം നമ്മുടെ അച്ചിങ്ങയൊക്കെ നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ചെറുതായിട്ട് അരിയാമോ അത്രയ്ക്ക് ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഈ അരപ്പ് അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ചതഞ്ഞ് വരാനേ പാടുള്ളൂ. ഈ സമയത്ത് നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്തിനെ നമ്മൾ ചതച്ച് വെക്കാൻ പാടുള്ളൂ. നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പം നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തോരൻ വെച്ച് നോക്കാത്തവരൊന്ന് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു തോരനാണ്. ഇതേ രീതിയിൽ നമ്മൾ ബീൻസ് തോരൻ വെച്ചാലും അതുപോലെ തന്നെ ക്യാബേജ് തോരൻ വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ അരപ്പിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളുടെ അച്ചിങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്.
കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചിങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അച്ചിങ്ങയൊക്കെ തോരൻ വെക്കുമ്പോൾ ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചിങ്ങ ഇത്തിരി ക്വാണ്ടിറ്റി കൂടിയ പോലെ തോന്നും നമ്മുടെ തോരനൊക്കെ. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അച്ചിങ്ങ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേ രീതി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.